നമസ്കാരം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഭരണപക്ഷത്തെ നേരിടാൻ സജ്ജമാക്കേണ്ട പ്രതിപക്ഷ മുന്നണിയായ UDF സ്വന്തം കൂടാരത്തിൽ ഒരു അഗ്നിപരീക്ഷയുടെ വക്കിലാണ്. ഫോർവേഡ് ബ്ലോക്ക്, RSP, കേരള കോൺഗ്രസ് ജേക്കബ്, CMP, കേരള പ്രവാസി അസോസിയേഷൻ അടക്കമുള്ള ഘടകകക്ഷികളുടെ അവകാശ പോരാട്ടം UDF നേതൃത്വത്തെ കടുത്ത ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിലും തൃശൂർ, ഇടുക്കി ജില്ലാ പഞ്ചായത്തുകളിലും തങ്ങളുടെ സംഘടനാപരമായ വളർച്ചയും അതിപിന്നോക്ക സമുദായങ്ങളുടെ പിന്തുണയും കണക്കിലെടുത്ത് ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഓരോ ഘടകകക്ഷിയും ന്യായമായ പങ്കുറപ്പിക്കാൻ കണക്കുകൾ നിരത്തുമ്പോൾ റിബൽ ശല്യം ഒഴിവാക്കി എങ്ങനെ ഐക്യം നിലനിർത്തുമെന്ന വെല്ലുവിളിയാണ് മുന്നണി നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയം UDFന് അനിവാര്യമായിരിക്കെ മുന്നണി മര്യാദയോ അതോ രാഷ്ട്രീയ വിപ്ലവമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കേരള രാഷ്ട്രീയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ പാർട്ടികളുടെയും ആവശ്യങ്ങൾ എത്ര കണ്ട് പരിഗണിക്കാൻ കഴിയുമെന്നത് തന്നെയാണ് UDFനും കോൺഗ്രസിനും മുന്നിലുള്ള വലിയ വെല്ലുവിളി. വാർഡ് പുനർവിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറ്റുകളിലുണ്ടായ വർധനവിൽ കൂടുതൽ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDFിലെ ചെറുപാർട്ടികൾ. മുന്നണിയിലെ വമ്പന്മാരായ കോൺഗ്രസിനും ലീഗിനും സമാനമായ സ്വാധീനമുള്ള മേഖലകളിൽ ഒരു വർഷം മുമ്പേ തന്നെ ചെറുപാർട്ടികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫോർവേഡ് ബ്ലോക്കിന്റെ കാര്യം പറയാം. ഇത്തവണ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ തീരുമാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനേക്കാൾ സംഘടനാപരമായി ഫോർവേഡ് ബ്ലോക്ക് എല്ലാ ജില്ലകളിലും ശക്തിപ്പെട്ടു കഴിഞ്ഞതിനാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്ത് കൂടുതൽ സീറ്റ് വേണമെന്നാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ ആവശ്യം. തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ കഴിഞ്ഞ തവണ ഓരോ സീറ്റുകളാണ് മുന്നണി നൽകിയത്. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ സീറ്റുകൾ ഫോർവേഡ് ബ്ലോക്ക് ആവശ്യപ്പെടും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF 3-ാം സ്ഥാനത്താണ്. പല വാർഡിലും 3-ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള കൂടുതൽ വാർഡുകൾ തിരുവനന്തപുരത്തുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൊല്ലവും ഫോർവേഡ് ബ്ലോക്കിന് ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ UDFന്റെയും BJPയുടെയും അംഗസംഖ്യ ഏകദേശം തുല്യമാണ്. അത്തരം സാഹചര്യത്തിൽ കൊല്ലം കോർപ്പറേഷനിലും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടേക്കും. എല്ലാ ജില്ലാ കമ്മിറ്റികളോടും മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ കണക്കെടുക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കണക്ക് UDF നേതൃത്വത്തെ അതത് ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലത്തിലും അറിയിക്കാനാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ തീരുമാനം. ഇനി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ കാര്യത്തിലേക്ക് വരാം. അവർക്കും ഇത്തവണ കൂടുതൽ സീറ്റുകൾ വേണം. കഴിഞ്ഞ തവണ 150 അടുത്ത സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് ജേക്കബ് മത്സരിച്ചത്. പ്രാദേശിക തലത്തിൽ പാർട്ടി പ്രവർത്തകർ ചർച്ചകൾ നടത്തി നീക്കുപോക്കനുസരിച്ച് കൂടുതൽ സീറ്റുകളാണ് നേടാൻ ശ്രമിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം കൂടിയതിനാൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഒരു വർഷമായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. നമുക്കിനി RSPയുടെ കാര്യം പറയാം. നിർണായക സ്വാധീനമുള്ള ജില്ല എന്ന നിലയിൽ കൊല്ലത്താണ് RSP കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 5 സീറ്റുകൾ RSPക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 2 തവണയും ഓരോ സീറ്റിലെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ കൂടുതൽ കൗൺസിലർമാരെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ RSP തുടങ്ങി കഴിഞ്ഞുവെന്നാണ് വിവരം. RSP UDFന്റെ ഭാഗമായ ശേഷം നടന്ന 2 ത്രിതല തെരഞ്ഞെടുപ്പുകളിലും UDFിൽ പൂർണ്ണ തോതിലുള്ള യോജിപ്പ് താഴെത്തട്ടിലേക്ക് ലഭിച്ചില്ലെന്നും RSPക്ക് അർഹതപ്പെട്ട പരിഗണന പത്തനംതിട്ടയിലും ആലപ്പുഴയിലും നൽകിയില്ലെന്നും പ്രവർത്തകർക്കിടയിൽ തന്നെ പരാതിയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി UDFനൊപ്പം ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കാൻ RSPക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ വളരെ പോസിറ്റീവായ മാറ്റം ഉണ്ടാവുമെന്നും RSPക്ക് അർഹതപ്പെട്ട അംഗീകാരം ഈ തെരഞ്ഞെടുപ്പുകളോടുകൂടി കിട്ടുമെന്നുമാണ് RSP കരുതുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. പ്രാദേശിക തലത്തിൽ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് നേതൃത്വം പറയുന്നത്. RSPയെ സംബന്ധിച്ച് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇനി CMPയിലാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സീറ്റുകളെല്ലാം ഇത്തവണയും CMP ആവശ്യപ്പെടും. ഒപ്പം കൂടുതൽ സീറ്റുകളും ചോദിക്കും. ജില്ലാ പഞ്ചായത്ത് സീറ്റുകളാണ് അധികമായി പ്രതീക്ഷിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മറ്റിടങ്ങളിൽ പ്രാദേശികമായി പ്രഖ്യാപനം നടത്തും. UDFനെ പിന്തുണയ്ക്കാൻ RMPയും ഉണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുന്നുംകുളത്തും തളിക്കുളത്തും സ്വതന്ത്രമായിട്ടാണ് RMP മത്സരിച്ചത്. എങ്കിലും ഇത്തവണ കേരളത്തിൽ ഉടനീളം UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് RMPയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു മുന്നണി പ്രവേശനമല്ലെന്നും യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് അസോസിയേറ്റ് മെമ്പറായി തുടരാനാണ് RMPയുടെ തീരുമാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകര മേഖലയിൽ UDF സംവിധാനവുമായി സഹകരിച്ച് മത്സരിച്ചെങ്കിലും
ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും UDF സംവിധാനവുമായി യോജിച്ചുകൊണ്ടാവും RMP തെരഞ്ഞെടുപ്പിനെ നേരിടുക. സീറ്റ് ആവശ്യപ്പെടാൻ KPA അഥവാ കേരള പ്രവാസി അസോസിയേഷനും മുന്നണിയിലുണ്ട്. UDF മുന്നണിയിൽ അംഗമായതിനു പിന്നാലെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കേരള പ്രവാസി അസോസിയേഷന്റെയും തീരുമാനം. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം, കൊയിലാണ്ടി, തിരുവമ്പാടി എന്നിവിടങ്ങളിലും ഗുരുവായൂരിലും KPA സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. UDFിലെ പ്രധാന കക്ഷികളെല്ലാം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് മുന്നണി യോഗം ചേരാൻ കാത്തിരിക്കുമ്പോൾ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയും JSS ദേശീയ ജനതാളും അടക്കമുള്ള മറ്റു കക്ഷികളും അർഹമായ സീറ്റുകൾ പ്രതീക്ഷിച്ച് മുന്നണിയിൽ തന്നെയുണ്ട്. വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ നിഷേധിക്കപ്പെടുകയും റിബൽ ശല്യം ഒഴിവാക്കാൻ മേൽത്തട്ടിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ ഈ ആഭ്യന്തര കലഹം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നേരിട്ട് പ്രതിഫലിക്കും. റിബൽ ശല്യം ഒഴിവാക്കാൻ പോലും കഴിയാത്ത നേതൃത്വം മുന്നണിക്ക് അകത്ത് മുന്നണി നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ വലിയ വില കൊടുക്കേണ്ടി വരും. വളരെ നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDFിൽ സീറ്റ് വിഭജനം കീറാമുട്ടിയായിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഈനാട് മലയാളം റിപ്പോർട്ട് ചെയ്ത സ്ഥിതിയിൽ നിന്ന് UDFിന്റെ അവസ്ഥ മാറിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.